ഒരു കാലത്ത് എസ്.എഫ്.ഐയുടെ തീപ്പൊരി നേതാവായിരുന്ന ഷാജി കൈലാസ് ഇന്നും പിണറായിയുടെ ആരാധകനാണ് എന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറയാറുണ്ട്. എസ്.എഫ്.ഐയിൽ നിന്ന് അദ്ദേഹത്തിന് പകർന്നു കിട്ടിയ വിപ്ലവ വീര്യവും ആദർശവും ഒക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം ജീവിതത്തിലും സിനിമയിലെ പോലെ പ്രകടിപ്പിക്കാറുണ്ട് എന്നും തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഷാജി കൈലാസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഭാര്യയാണെങ്കിൽ പോലും അദ്ദേഹം ക്ഷമിക്കാറില്ല, അതിനോടൊന്നും പൊരുത്തപ്പെടാറില്ല. തൻ്റെ ആദർശങ്ങളിൽ നിന്ന് ലെവലേശം വിട്ടുവീഴ്ച ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നും അതുകൊണ്ട് തന്നെ ഷാജി കൈലാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനിയും തമ്മിൽ കുറേ കുടുംബ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് സമീപകാലത്തായിട്ട് ഗോസിപ്പ് കോളങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും ഗോസിപ്പ് എന്നതിലുപരി ഷാജി കൈലാസിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, വളരും തോറും പിളരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെ രഞ്ജി പണിക്കരുടെയും ഷാജിയുടെയും ആ കൂട്ടുകെട്ടിൽ ഒരുപാട് സിനിമകൾ ഹിറ്റായി പെട്ടെന്ന് കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടായി. ഇതിഷ്ടപ്പെടാത്ത അസൂയാലുക്കളായ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുന്ദരിയായ മലയാളത്തിലെ ഒരുപാട് ആളുകളുടെ ആരാധനാപാത്രമായിരുന്ന ആനിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതിലുപരി അതിൽ 2-3 മിടുക്കരായ കുട്ടികളുമുണ്ടായി. ഇപ്പം ഇവരെക്കുറിച്ചൊന്നും ആർക്കും പ്രത്യേകിച്ച് മോശപ്പെട്ടതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴാണ് ഒരു ഡിവോഴ്സ് നടക്കുന്നത്, ഇപ്പം ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ലിസയും പ്രിയദർശനും വേർപിരിഞ്ഞു, ഒരുപാട് സിനിമാ നടന്മാരും നടിമാർ, റഹ്മാൻ വരെ പിരിയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ജീവിതത്തിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ദിലീപും കാവ്യയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളൊന്നും അധികം കാലം നിലനിൽക്കാറില്ല. അതുകൊണ്ട് ഇവരിപ്പോൾ പിരിയുമെന്ന് ആഗ്രഹിക്കുന്ന ഇങ്ങനെ അസൂയ കൊണ്ട്, അല്ലെങ്കിൽ ഷാജി കൈലാസിൻ്റെ ആ വളർച്ചയിൽ എങ്ങനെയില്ല ഇയാളിന്ന് താഴ്ത്തിക്കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ ആളുകളാണ് ഇതിൻ്റെ പിറകിലെന്നാണ് മറ്റു ചില ആളുകൾ പറയുന്നത്. അപ്പോൾ ഷാജി കൈലാസും ആനിയും തമ്മിൽ വല്ലാത്ത പ്രശ്നമാണ്. ഷാജി കൈലാസിനെ പേടിച്ചിട്ടാണ് ആനി ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും തല്ല് കിട്ടും, ഉപദ്രവിക്കും, കായികമായിട്ട് വേണമെങ്കിലും നേരിടാൻ മടിയില്ലാത്തവരാണ് എന്ന ആ ധാരണ ആനിക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ നൽകിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ചു, ഇപ്പോൾ സിനിമയില്ല, അതുകൊണ്ട് തിരിച്ച് 2-3 കുട്ടികളുണ്ട്, ഇട്ടിട്ട് പോകാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് ആനി ഇന്ന് കടന്നു പോകുന്നതെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഷാജി കൈലാസ് വളരെ പരിക്കനാണ് എന്ന ഒരു ധാരണയൊക്കെ ആളുകളുടെ മുന്നിലേക്ക് വരാൻ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് പണ്ടത്തെ വലിയൊരു നടനായ സത്താറിൻ്റെ മൂക്കിടിച്ച് ഷാജി കൈലാസ് പരത്തിയ സംഭവമാണ്. ഇതും ഗോസിപ്പാണെന്നാണ് ആളുകൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ബാലു കിരീയത്തിൻ്റെ സംവിധാന സഹായിയായിട്ടാണ് ഷാജി കൈലാസ് സിനിമയിലേക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരക്ക് കാരണം ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെ തൻ്റെ വിശ്വസ്തരായ, അല്ലെങ്കിൽ ക്യാമറ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അസിസ്റ്റൻ്റുമാരെ ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാറുണ്ട്. സമാനമായ ഒരു ആക്ഷൻ രംഗത്തിൽ അദ്ദേഹം തൻ്റെ സംവിധാന സഹായിയായ ഷാജി കൈലാസിനെ അയക്കുന്നു. അന്ന് സത്താർ സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ബാലകിരീയത്തിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് ഷാജി കൈലാസാണ് ചെല്ലുന്നത്. ഇത് കണ്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയി. പല തവണ ഷാജി കൈലാസിനെ കുത്തിപ്പറഞ്ഞു, തോണ്ടിപ്പറഞ്ഞു, കളിയാക്കി പറഞ്ഞു. പിന്നെ ഷാജി കൈലാസ് ഒന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ അഭിമാനബോധമുണ്ട്. ഇങ്ങനെ ഷാജി കൈലാസ് കടിച്ചു പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുമ്പോൾ ഷാജി കൈലാസിൻ്റെ സ്വഭാവം ശരിക്കും അറിയാൻ പാടില്ലാതിരുന്ന സത്താർ ഈ ക്യാമറ അസിസ്റ്റൻ്റുമാരെ ആകപ്പാടെ വളരെ മോശക്കാരാണ്, കഴിവുകെട്ടവന്മാരാണ്, ഇങ്ങനെയൊക്കെ പലതരത്തിലും കേട്ടാൽ അറയ്ക്കുന്ന, അല്ലെങ്കിൽ ആർക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കുറേ നേരം ഷാജി കൈലാസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നു. കാരണം തന്നെ സിനിമയാണ്, നിർമ്മാതാക്കൾക്ക് പ്രൊഡ്യൂസർമാർക്ക് പ്രശ്നം വരരുത്, തന്നെ പറഞ്ഞു വിട്ട ബാലകിരീയത്തിന് പ്രശ്നം വരരുത്, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്തത്. പക്ഷേ ഷാജി കൈലാസ് കൺട്രോൾ ചെയ്ത് നിൽക്കും തോറും
സത്താറിന് ആവേശം കൂടി. മടുത്തു കഴിഞ്ഞപ്പം ഒട്ടും മടിച്ചില്ല. SFIയുടെ പ്രവർത്തന സ്വഭാവം ഉണ്ടല്ലോ, തീപ്പൊരു നേതാവാണെന്ന് നമ്മൾ പറഞ്ഞു. ഷാജി കൈലാസ് ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുത്ത് വേറെ ഒരിടത്തുമല്ല, മൂക്കിനുണ്ട് തന്നെയാണ്. ഒറ്റയടിയിൽ മൂക്കിൻ്റെ പാലം താർന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാം മൂക്കിൻ്റെ പാലം താർന്നില്ലേ പോലും മൂക്കിനിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ കുടുകുടാ ചോര താഴേക്ക് വീഴും. അതോടുകൂടി സത്താറിൻ്റെ കുന്താളിപ്പ് മാറി. ഒറ്റ ഒരിടി മൂക്കിനിട്ട് നല്ലപോലെ കിട്ടി. ഒരിക്കലും സത്താർ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. വലിയൊരു നടനെയാണ്. ഇല്ലോടോ ഇല്ലാത്ത വയ്യം വന്ന് മൂക്കിനിടിച്ച എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു, വരണ്ടുപോയി, പ്രശ്നമായി. പക്ഷേ എന്തായാലും ആ സംഭവം അവിടെ കേട്ട് നിന്നവർക്കെല്ലാം മനസ്സിലായി സത്താറിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന്. അപ്പം ഇങ്ങനെ ഉള്ള ഈ ഷാജിയുടെ വീരേതിഹാസങ്ങളൊന്നും വിവാഹത്തിന് മുന്നേ നമ്മുടെ ആനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. എന്തായാലും വിവാഹമൊക്കെ കഴിച്ചു. കാരണം സുരേഷ് ഗോപി ആണ് ഇവരുടെ വിവാഹത്തിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ സുരേഷ് ഗോപി, ജഗദീഷ് തുടങ്ങിയ പല ആളുകൾക്കും, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സുരേഷ് ഗോപി ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച വ്യക്തിയുമാണ് ഷാജി കൈലാസ്. അപ്പം വിവാഹം കഴിച്ചു, ഇവർക്ക് കുട്ടികളായി. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ജഗന്നാഥൻ എന്ന ആ പേരിൻ്റെ ഷോർട്ട് ഫോമായ ജഗൻ എന്നുള്ള പേരിട്ടു. ആരിട്ടു? ഷാജി കൈലാസ് ഇട്ടു. രണ്ടാമത്തെ കൊച്ചുണ്ടായ പേരിട്ടു. മൂന്നാമത്തെ കുട്ടിയായപ്പോൾ ആനിക്കൊരാഗ്രഹം, തൻ്റെ ഇഷ്ടത്തിന് ഈ കൊച്ചിനെങ്കിലും പേര് കൊടുക്കണം. കാരണം 10 മാസം ചുമന്ന് വളർത്തിയ ആ കഷ്ടപ്പാടൊക്കെ അറിയാമല്ലോ. അപ്പോൾ മൂന്നാമത്തെ കുട്ടിക്ക് ഒരു പേര് താൻ ഇടുമെന്ന് ആനി ഷാജി കൈലാസിനോട് പറയുന്നു. ദൈവികമായ ആ രീതിയിലുള്ള ഒരു പേരിടാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ജഗനും ജഗന്നാഥനും ഒന്നുമല്ല എന്ന തരത്തിലൊരു സൂചനയൊക്കെ കൊടുത്തു. അപ്പം ഷാജി കൈലാസ് പറഞ്ഞു ആയിക്കോട്ടെ, പുള്ളിയുടെ നിലപാട് അതാണല്ലോ. അപ്പോൾ ആദ്യം കൊച്ചുണ്ടാകട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ പേര് കൊടുക്കുന്നത്. അപ്പോൾ ആൺകൊച്ചാണെങ്കിൽ ഞാനൊരു പേര് കണ്ടിട്ടുണ്ടെന്ന് ആനി പറഞ്ഞു. ഷാജി കൈലാസം പറഞ്ഞു ഞാനും ഒരു പേര് കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൊച്ചുണ്ടായി. ആനി മുൻകൂട്ടി പറഞ്ഞതായതുകൊണ്ട് ആനിക്കിഷ്ടമുള്ള ഒരു പേര് നന്ദൻ എന്നുള്ള പേരാണ് മോനിട്ടത്. പക്ഷേ ഷാജി കൈലാസ് പറഞ്ഞു ഞാനൊരു പേരുണ്ട്, നീ നിനക്കിഷ്ടമുള്ള പേര് വിളിച്ചോ, പക്ഷേ ഞാൻ കൊച്ചിനെ, അതായത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ രാഷ്ട്രീയ നിലപാട് പുലർത്തുന്ന ഇസ്രയേലിലെ പ്രധാനമന്ത്രി എന്ന ഷാരോണിൻ്റെ പേരാണ് നമ്മുടെ ഷാജി കൈലാസ് തൻ്റെ മോനിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പം പറഞ്ഞു നിനക്കിഷ്ടമുള്ള പേര് നീ വിളിച്ചോ, ഞാൻ അവനെ ഷാരോൺ എന്നേ വിളിക്കുകയുള്ളൂ. നല്ല നിലപാടാണല്ലോ. ഒരു കൊച്ചിനെ 2 പേര്. അപ്പോൾ ആനി പറയുന്നുണ്ട് ബാക്കി പിള്ളേർക്കൊക്കെ ഞാൻ പ്രസവിച്ചാൽ മാത്രം മതിയോ, പിള്ളേർക്കൊക്കെ നിങ്ങളല്ലേ പേരിട്ട് 2 ഇട്ടല്ലോ, അടുത്തതിനെനിക്ക് ഇടാൻ മേലെ ഇനിയിപ്പോൾ ഒന്നുകൂടി ഇല്ലല്ലോ എന്നാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അവസാനത്തെ കൊച്ചിനെല്ലാം എൻ്റെ ഇഷ്ടത്തിന് അതിന് പറഞ്ഞു നിനക്കിഷ്ടമുള്ള പേര് വിളിക്കാം, ഞാൻ അവനെ ഷാരോണെന്നേ വിളിക്കൂ. ഇതാണ് പുള്ളിയുടെ ഒരു സ്വഭാവം. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും, അതായത് പുള്ളിയുടെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടക്കില്ല. അപ്പോൾ സിനിമാഭിനയം പോലും ആനി നിർത്തിയത് ഷാജി കൈലാസിൻ്റെ പ്രേരണ കൊണ്ടാണോ എന്ന് പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ കാരണം ആളുകൾ ചിന്തിച്ച് തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം ഈ പ്രണയവും പ്രണയ കലഹവും ഒക്കെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ് അല്ലേ. ചട്ടി കലമാണെങ്കിൽ തട്ടിമുട്ടി ഇരിക്കുന്നൊക്കെ നമ്മുടെ ആളുകൾ പഴമക്കാർ പറയാറുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും വിവാഹത്തിന് മുന്നുള്ള പ്രണയം ഇല്ലെങ്കിൽ പ്രണയ കാലഘട്ടങ്ങളിലുള്ള ആ പിണക്കത്തിനാണോ ശക്തി കൂടുതൽ, അതോ വിവാഹം കഴിഞ്ഞിട്ടുള്ള വഴക്കാണോ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾ പറയുന്ന പ്രണയിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള വഴക്കിന് ഒരു രസമുണ്ട്. പക്ഷെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായി കഴിഞ്ഞിട്ട് വഴക്കിടുമ്പോൾ അതിന് അത്ര ഒരു സുഖമില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരൊക്കെ ഒരുമിച്ചങ്ങ് ജീവിച്ചു തുടങ്ങുമ്പോഴാണല്ലോ തനി ഗുണം അറിയുന്നത്. അതുപോലെ നമ്മുടെ ആനിക്കൊച്ചിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഷാജി ചേട്ടൻ അറിയാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. എന്തിനേറെ പറയുന്നു, കൊച്ചിന് ഇഷ്ടമുള്ള ഒരു പേരിടാമെന്ന് വിചാരിച്ചപ്പോൾ പുള്ളി പേരിട്ടു ഷരോൺ, ആനിക്കൊച്ച് പേരിട്ടു നന്ദൻ. അപ്പോൾ ഇങ്ങനെ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ പോലും ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരുടെയൊക്കെ ഇടയിൽ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഷാജി ചേട്ടനെ ആനിക്കൊച്ച് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെയാണ് ആളുകൾ ഇല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരുന്ന്. ഇപ്പോൾ പുതിയ വാർത്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് പ്രത്യേകിച്ച് മോശമായിട്ട് ആർക്കും പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഷാജി കൈലാസും ആനിയും എപ്പോഴെങ്കിലും അടിച്ചു വീഴുമോ, അടിച്ചു പിരിയുമോ, ഇനി പണ്ട് നമ്മുടെ സത്താറിൻ്റെ മൂക്കിടിച്ച് പരത്തിയ മാതിരി ആനിയുടെ പുറം പൊളിയോ, ആനിയുടെ മൂക്കിടിച്ച് പരത്തുമോ, ആനീനെ ആശുപത്രിയിലെങ്ങാനും കയറിയെന്ന വാർത്ത കേൾക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് പലരും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനാണ് കുറച്ച് പേരൊക്കെ കാത്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ ഈ ഗോസിപ്പായിട്ടും ഈ കുടുംബകല ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തുള്ളൂ. എന്താണ്
രുദ്രവും അണിഞ്ഞിതാ കിടക്കുന്നല്ലോ ധരണിയിലെന്ന് പണ്ടാരെക്കുറിച്ച് പറഞ്ഞ മാതിരി സത്താറിന് പറ്റിയതുപോലെ എന്തായാലും ആനിക്ക് പറ്റില്ല. ആനി നോക്കിയും കണ്ടുമൊക്കെ ഇടപെടുകയുള്ളൂ. നല്ല ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ആനിയും ഷാജി കൈലാസും തമ്മിൽ വഴക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരുടെ പിരിയും. അടുത്തൊരു ഡിവോഴ്സിൻ്റെ വാർത്ത നമുക്ക് ഇടാം എന്നൊക്കെ വിചാരിച്ച് ആരും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു രസകരമായിട്ട് അവർ ആരോടോ പങ്കുവെച്ച ഒരു വാർത്തയാണ്. ഇപ്പോൾ ആനി ഷാജി കൈലാസിനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്, ഉടനെ വിവാഹമോചനത്തിലോട്ട് പോകുന്നൊക്കെ തരത്തിൽ ചിലവരൊക്കെ തമാശയായിട്ടും മറ്റ് എന്താണ് ഗോസിപ്പ് കോളങ്ങളിലൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വെക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ ഗോസിപ്പ് മാത്രമാണ്. കാരണം പ്രത്യേകിച്ച് ഈ സിനിമാക്കാരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിറം പിടിപ്പിച്ച കഥകൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ന്യൂസിനെ കാണേണ്ടത്. അപ്പം